സംഭവം: ലില്ലിയൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു. അമേരിക്കയിലെ ഭുവനപ്രസിദ്ധ സിനിമാ വ്യവസായ കേന്ദ്രമായ ഹോളിവുഡിലെ പ്രശസ്ത നടി. അവൾ വളരെ അസാൻമാർഗിക ജീവിതമാണ് നയിച്ചിരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി 5 വിവാഹങ്ങൾ അവൾ നടത്തി. അവസാനം ഒരു കത്തോലിക്കനുമായിട്ടാണ് വിവാഹിതനായത്. വിവാഹാനന്തരം വധുവിധു ആഘോഷിക്കുന്നതിനായി അവർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് പോയത്. 1947 BBC റേഡിയോ നിലയത്തിൽ നിന്ന് ഒരു പ്രക്ഷേപണത്തിൽ ഫാത്തിമ ദർശനത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായിരുന്നു. റോത്ത് ഇത് കേട്ടിട്ട് അവളുടെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു: "എനിക്ക് ഒരു കത്തോലിക്കയാകണം." ഉടനെ ഭർത്താവ് പ്രതിവചിച്ചു: "നിന്നെപ്പോലുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്കാ സഭ. അവിടെ കുറച്ച് മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ." ഒരു ദിവസം റോത്ത് അടുത്തുള്ള കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികനോട് ആവശ്യപ്പെട്ടു അവളെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിക്കണമെന്ന്. എന്നാൽ അവളുടെ മാനസാന്തരം യഥാർത്ഥമാണോ എന്നറിയാതെ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇപ്രകാരം സംഭവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ശ്വശൂരൻ അവൾക്ക് ഒരു ജപമാല സമ്മാനമായി കൊടുത്തു. അവൾ ഒരു യഹൂദിയായിരുന്നെങ്കിലും ജപമാല പഠിച്ച് അത് ജപിക്കുവാൻ തുടങ്ങി. പിന്നീട് മോൺസിഞ്ഞോർ ഫുൾട്ടൺ ജെ. ഷീൻ സൈൻ എന്ന മാസികയിൽ അനുതപിക്കുന്ന പാപികളോടും സഭയോടുമായി ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുന്ന കത്തോലിക്കരോടും വൈദികൻ കാരുണ്യപൂർവ്വം പെരുമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ ഒരു ലേഖനം അവൾ വായിച്ചു. അതുമായി അവൾ വീണ്ടും വൈദികനെ സമീപിച്ചു. അവളുടെ മാനസാന്തരം യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവരെ കത്തോലിക്ക സഭയിലേക്ക് സ്വീകരിച്ചു. പിന്നീട് അവൾ എഴുതിയ "ഞാൻ നാളെ കരയും" എന്ന അവളുടെ സ്വയംകൃത ജീവചരിത്രത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: "ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്ക സഭയെ തുറക്കുവാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ ചെറിയ താക്കോൽ ജപമാലയാണ്." ഇപ്രകാരം എത്രയെത്ര സംഭവങ്ങൾ തിരുസഭാ ചരിത്രപക്ഷങ്ങളിൽ കാണുവാൻ സാധിക്കും.